നമസ്കാരം മാന്യപ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള സമാധാന കരാർ ഇപ്പോൾ അടിച്ചു പിരിയുന്ന ലക്ഷണമാണ് കാണുന്നത്. അമേരിക്ക എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും കരുതി ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇറാനുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കിയെങ്കിലും 2 മാസത്തെ ഒരു ഒബ്സർവിങ് പീരീഡാണുള്ളതെങ്കിലും ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ഘോരമായ യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുകയാണ്. അമേരിക്ക പറയുന്നു ഇറാൻ സമാധാന കരാർ ലംഘിച്ചുവെന്ന്, ഇറാൻ പറയുന്നു അമേരിക്ക സമാധാന കരാർ ലംഘിച്ചുവെന്ന്. എങ്ങനെയാണെങ്കിലും ശാശ്വതമായ ഒരു സമാധാനം പേർഷ്യൻ ഗൾഫ്, മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കണമെന്ന് ശരിയായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് തുടർന്നു വരുന്ന പേർഷ്യൻ ഗൾഫ് യുദ്ധം ഇറാൻ ഇപ്പോൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. അത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നാശം വിതയ്ക്കുമെന്നും, അങ്ങനെ നാശം വിതച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്നും അമേരിക്ക പറയുന്നു. ഇനി അമേരിക്ക ഇറാനും കൂടി തമ്മിൽ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബലിയാടാവുന്നത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളാണ്. ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ വളരെയധികം തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ കലഹം ഇപ്പോൾ ആസ്വദിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരിക്കലും ഈ സമാധാന കരാറിന് അനുകൂലമല്ലായിരുന്നു. ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാടെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് നെതന്യാഹു പറഞ്ഞത്, ഇസ്രായേൽ പറഞ്ഞത്. അത് അമേരിക്കൻ പ്രസിഡൻറ്റിന് യോജിപ്പില്ലായിരുന്നു. അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് ഒഴിവായി എങ്ങനെയെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള ഒരു കരാറായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ആ കരാറിൽ ഒന്നും തന്നെ ഇറാൻ പ്രോമിസ് ചെയ്തിരുന്നില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞില്ല. ഉണ്ടാക്കിയിരിക്കുന്ന യുറേനിയം നശിപ്പിക്കുമെന്ന് പറഞ്ഞില്ല. അന്താരാഷ്ട്ര യുറേനിയം ഇൻസ്പെക്ടേഴ്സിനെ, UN ഇൻസ്പെക്ടേഴ്സിനെ അംഗീകരിക്കുമെന്നും പറഞ്ഞില്ല. എങ്കിലും യുദ്ധം ഇപ്പോൾ വീണ്ടും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒളിച്ചുകളി തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യ, ചൈന പോലെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളുമാണ്. എണ്ണ ഇറക്കുമതിയും ഗ്യാസ് ഇറക്കുമതിയും മെയിനായിട്ട് ഇന്ത്യയും ചൈനയും ജപ്പാനും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് ഇറക്കുമതി നടത്തുന്നു. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വിലയേറുകയും എക്കോണമി തകരുകയും ചെയ്യും. ഇത് ഭരണകൂടങ്ങളെ ബാധിക്കും. എങ്ങനെ ഇറാനിൽ ഇപ്പോൾ ഒരു ശക്തമായ നേതൃത്വമുണ്ടോ എന്നിപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കുന്നു. ഖൊമൈനിയുടെ പിൻഗാമി യഥാർത്ഥത്തിൽ പവറിലാണോ, അതെയോ റവല്യൂഷണറി ഗാർഡ്സാണോ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സാണോ, ഹിസ്ബുള്ളയാണോ, ആരാണ് യഥാർത്ഥ ഭരണത്തിലിരിക്കുന്നതെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. ഭരണ നേതൃത്വത്തിനെ പറ്റി യാതൊരു വിവരവുമില്ല. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്ഥിതികളെല്ലാം വളരെ പരിതാപകരമാണ്. എന്തായാലും ഇറാനിയൻ ജനത ഒരു റെജീം ചേഞ്ചിന് തയ്യാറല്ല. അവർക്ക് അവരുടെ പഴയ റെജീം തന്നെ മതി എന്നാണ് ഇറാനിയൻ ജനത പറയുന്നത്. എന്താണേലും കാത്തിരുന്ന് കാണാം. യുദ്ധം എന്ന് അവസാനിക്കുമെന്നോ, എന്ന് സമാധാന കരാർ ഉണ്ടാകുമെന്നോ, എന്ന് സമാധാന കരാറിൽ ശരിയായ പെർമനൻ്റ് ഉടമ്പടി ഉണ്ടാകുമെന്നോ ആർക്കും അറിയത്തില്ല. എന്താണെങ്കിലും ഇത് ഇറാന് കിട്ടിയൊരു ചാൻസായിരുന്നു. ഇസ്രായേലിനെ അമേരിക്കയും തമ്മിലുള്ള ആ സുദൃഢ ബന്ധത്തിനൊരു ഇടിവ് വന്ന് ട്രംപ് നിങ്ങൾ നിങ്ങളുടെ വഴി, ഞാൻ എൻ്റെ വഴി, നെതന്യാഹു സ്വന്തം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കിയേ പറ്റൂ. ഇന്നിപ്പോൾ ഇസ്രായേൽ പറയുന്നത് അമേരിക്കയെ ഞങ്ങൾ സഹായിക്കാം,
അമേരിക്ക നേരിട്ട് പോയി ഇറാനുമായിട്ട് യുദ്ധം വെട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ ഹെൽപ്പും ഉണ്ടാവും. ഇനി അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ തന്നെ യുദ്ധം നടത്തും എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രയേലും പറയുന്നത്. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരു ശീതയുദ്ധത്തിലേക്ക് വന്നിരുന്നത് മുതലെടുത്തുകൊണ്ട് ഇറാനിയൻ ജനതയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു ശാശ്വതമായൊരു വെടിനിർത്തൽ. ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല. ലോകത്തും പല രാജ്യങ്ങളുടെ അടുക്കലും ഇഷ്ടം പോലെ ബോംബുകളുണ്ട്. ഈ ബോംബുകൾ അവരുടെ സേഫ്റ്റിക്ക്, അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് വാങ്ങിച്ച് അവരുടെ ആർമമെൻറ്റിൻ്റെ കൂടെ സൂക്ഷിക്കാം. പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്, നോർത്ത് കൊറിയയുടെ കയ്യിലുണ്ട് ബോംബ്, റഷ്യയുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്, അമേരിക്കയുടെ അടുത്തുണ്ട്, ഈവൻ ഇന്ത്യയുടെ അടുത്തുണ്ട്, ചൈനയുടെ അടുത്ത് ധാരാളം. ഇനി എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ ബോംബുകളുള്ളതെന്ന് ആർക്കും അറിയത്തില്ല രഹസ്യമായിട്ടും. എങ്ങനെയാണെങ്കിലും ഈ യുദ്ധം ഒരു ശാശ്വതമായ ഒരു സമാധാനമില്ലാതെ അനന്തമായി നീളുകയാണ്. എന്ന് ഇതിനൊരു പര്യവസാനം ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. സമാധാന കരാർ ഉടനടി നടപ്പിലാക്കുമെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ അത് സമ്മതിക്കുന്നില്ല. ഇറാൻ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. പ്രസിഡന്റ് ട്രംപ് പറയുന്നു ദോഹയിലേക്ക് സമാധാന കരാറിനായി പ്രതിനിധികളെ അയച്ചു എന്ന് പറയുന്നു. ഇറാൻ പറയുന്നു ഞങ്ങൾ ദോഹയിലേക്കില്ല എന്ന്. എന്താണെങ്കിലും ഒരു സമാധാന കരാർ നടപ്പിലാക്കുമോ എന്നും ആർക്കും അറിയത്തില്ല. അതിനിടയ്ക്ക് ഫ്രാൻസ് മൈൻ ക്ലിയറൻസ് കപ്പലുകളെ അയക്കുമെന്ന് പറഞ്ഞ് അയച്ചു എന്ന് പറയുന്നു. ആ കപ്പലുകളെ അംഗീകരിക്കില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് അണ്ടർ കൺട്രോൾ ഓഫ് ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലിരിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനിടയിൽ തന്നെ ഒമാൻ തീരത്തു കൂടെ വേറെ ഒരു കപ്പൽപാത തുറന്ന് അതിലൂടെ അന്താരാഷ്ട്ര ബിസിനസ് നടത്താം, കപ്പലുകളെ കടത്തിവിടാമെന്ന് പറയുന്നു. അത് ഇറാൻ അംഗീകരിക്കുന്നില്ല. ഇറാൻ്റെ സമ്മതം കൂടാതെ ആർക്കും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ കൂടെ ട്രേഡ് നടത്താൻ നടത്തിക്കില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. ഈ നിലപാടിനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് കോൺഫ്ലിക്റ്റിനുള്ള മെയിൻ ഇഷ്യൂ. എന്താണെങ്കിലും സമാധാന ചർച്ച ശാശ്വതമാകാതെ പെർഷ്യൻ ഗൾഫ്, ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോക ബിസിനസ്സിനെയും ലോകരാഷ്ട്രങ്ങളെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിനൊരു ശാശ്വത സമാധാനം, ശാശ്വത പരിഹാരം ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാകും അത്രയും എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ പാവം പിടിച്ച ആളുകൾക്കും, ജനങ്ങൾക്കുമൊക്കെ നല്ലതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഔട്ട്.